മക്കളെ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് അഥവാ CMC, ഈ CMCയിലെ 2026 അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പറയുമെന്ന് ചോദിച്ചാൽ, CMCയുടെ 2026 MBBS രജിസ്ട്രേഷൻ, അതേപോലെ BSc നഴ്സിംഗ്, അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസ്, ഇത്രയും സാധനങ്ങളുണ്ടാവും. ഈ BSc നഴ്സിംഗ് വെല്ലൂരി ക്യാമ്പസിലും, അതേപോലെ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരി ക്യാമ്പസ്, അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസ്, ഈ 3 കോഴ്സുകളുടെയും രജിസ്ട്രേഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ഇതിന് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് admission.cmcvellur.ac.in എന്നുള്ള സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിൻ്റെ ഡേറ്റ് നോക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 23 സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിത്ത് പേയ്മെൻറ്റ്, അത് ഈ മൈനോറിറ്റി കോട്ട കാറ്റഗറിയിൽപ്പെട്ടവർ 30-ാം തീയതി മാർച്ച് 30 മുമ്പ് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ജനറൽ മെറിറ്റ് അഥവാ ഓപ്പൺ കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന കുട്ടികൾ 2 weeks ആഫ്റ്റർ ദ നീറ്റ് UG 2026 റിസൾട്ട് ആർ ഡിക്ലെയർഡ്. റിസൾട്ട് വന്ന് 2 ആഴ്ച വരെ നിങ്ങൾക്കതിന് സമയം കിട്ടും. ഇനി സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, ഇത് മൈനോറിറ്റി കോട്ടയിൽ ഈ റെക്കമെൻഡേഷൻ ലെറ്ററുകളും മറ്റും അപ്ലോഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ബൈ പോസ്റ്റ് അവിടെ എത്തിക്കാനുള്ള സമയം ഏപ്രിൽ 4-ാം തീയതി വരെയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ അതിൽ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും റെക്കമെൻഡേഷൻ ലെറ്ററും എല്ലാം എത്തിക്കാനുള്ള സമയമാണ് ഈ ഏപ്രിൽ 4-ാം തീയതി വരെയുള്ളത്. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ഓഫ് സർട്ടിഫിക്കേഷൻ ഫോംസ് ഫ്രം മൈനോറിറ്റി നെറ്റ്വർക്ക് ഓർഗനൈസേഷൻ, മൈനോറിറ്റി വഴി അപേക്ഷിക്കുന്ന കുട്ടികൾ മെയ് 4-ാം തീയതിക്കുള്ളിൽ ഡോക്യുമെൻ്റ് എത്തിയാൽ മതി. ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇതിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ, ബാപ്റ്റിസം സർട്ടിഫിക്കറ്റുകൾ പോലുള്ള ഡോക്യുമെൻറ്റുകളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡേറ്റ്. അപ്പോൾ ബാക്കി ഡേറ്റുകൾ പിന്നാലെ വരികയുള്ളൂ. ഇനി അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ MBBSന് CMC വെല്ലൂർ MBBSനും അപേക്ഷിക്കുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ സെലക്ഷൻ കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ വരുമ്പം അതിലും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ പിന്നീട് സൈറ്റ് കാണിക്കാം. തമിഴ്നാട്ടിലെ CMC വെല്ലൂരിൽ MBBSന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ സെലക്ഷൻ കമ്മിറ്റി, നമ്മുടെ കേരളത്തിൽ കീമ് പോലെയുള്ള TNhealth.org അല്ലെങ്കിൽ TN മെഡിക്കൽ സെലക്ഷൻ എന്നുള്ള സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ അതിലും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നത് MBBS, അതേപോലെ നേഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ് അഥവാ പാരാമെഡിക്കൽ കോഴ്സ്, ഇതിനൊക്കെ അപ്ലൈ ചെയ്യാം. മാക്സിമം 7 കോഴ്സുകൾക്ക് വരെ ഇൻക്ലൂഡിങ് MBBS ഉൾപ്പെടെ 7 കോഴ്സുകൾക്ക് വരെ അപ്ലൈ ചെയ്യാം. MBBS, നേഴ്സിംഗ്, പിന്നെ നിങ്ങൾക്കൊരു 5ഓളം പാരാമെഡിക്കൽ കോഴ്സും സെലക്ട് ചെയ്യാം. തമിഴ്നാട് നേറ്റീവ് അല്ലാത്തൊരു കുട്ടി അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നത് മാനേജ്മെൻറ്റ് കോട്ടയിലാണ്. ഈ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഏതൊക്കെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പൺ, ആർക്ക് വേണമെങ്കിലും ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും അപേക്ഷിക്കാം. മൈനോറിറ്റി നെറ്റ്വർക്ക്, ഇത് ക്രിസ്ത്യൻ മൈനോറിറ്റി, ഇത് ഏകദേശം ഒരു 62ഓളം സെപ്പറേറ്റ് വിഭാഗങ്ങൾ കൊണ്ട് അത് ഇവരുടെ അനക്സറിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയുടെ എൻഡിൽ കാണിക്കാം. അതേപോലെ വെല്ലൂരിൻ്റെ സ്റ്റാഫ് കോട്ട, ഈ 3 കോട്ടയാണ് ഓപ്പൺ കോട്ട. ബാക്കിയെല്ലാം തമിഴ്നാട് ഗവൺമെൻറ് ആണ് ഫില്ല് ചെയ്യുക. 50% സീറ്റ് ഗവൺമെൻറ് ഫില്ല് ചെയ്യും. 80% സീറ്റാണ് ഈ മാനേജ്മെൻറ്റ് കോട്ട. അതിൽ ഓപ്പൺ കോട്ട വരും, ആർക്കും അപേക്ഷിക്കാം. മൈനോറിറ്റി കോട്ട വരും, ഈ വെല്ലൂർ സ്റ്റാഫ് കോട്ടയും വരും. സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക. MBBSൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഓപ്പൺ സീറ്റിൽ 2 സീറ്റാണുള്ളത്, ആർക്കും അപേക്ഷിക്കാവുന്ന 2 സീറ്റ്. മൈനോറിറ്റി സീറ്റ് 38 സീറ്റ്, വെല്ലൂർ സ്റ്റാഫ് കോട്ട 10 സീറ്റ്. ബാക്കി ഗവൺമെൻറ് ആണ് ഫില്ല് ചെയ്യുക. നമ്മൾ അപേക്ഷിക്കുന്നത് ഈ സീറ്റുകൾക്കാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 17 years ഓൺ ഓർ ബിഫോർ, അതായത് 2026 ഡിസംബർ 31 അതിനു മുമ്പോ 17 വയസ്സ് തികഞ്ഞിട്ടുണ്ടാവണം. അതേപോലെ നീറ്റ് UGയിൽ 50th സ്കോർ വാങ്ങിയിട്ടുമുണ്ടാവണം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിട്ടുണ്ടാവണം. ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതിനൊക്കെയാണ്, ഇതിനെല്ലാം കൂടെ ചേർത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് എല്ലാം കൂടെ ചേർത്ത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് എലിജിബിലിറ്റി. ആപ്ലിക്കേഷൻ ഫീ നോക്കുക. ആപ്ലിക്കേഷൻ ഫീ, ബേസിക് അഡ്മിനിസ്ട്രേറ്റീവ് ഫീ 1200 രൂപയാണ്. പിന്നീട് നിങ്ങൾ MBBSന് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 500 കൂടി അടയ്ക്കണം, അങ്ങനെ 1700. ദെൻ ദ സെയിം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഷുഡ് ബി യൂസ്ഡ് ഫോർ അപ്ലൈയിങ് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ. അതായത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നഴ്സിംഗും പാരാമെഡിക്കലും ഒക്കെ കൊടുക്കാം. പക്ഷേ എന്ത് ചെയ്യണം? അഡീഷണൽ എമൗണ്ട് ഓഫ് ₹500 പെർ കോഴ്സ്, ഓരോ കോഴ്സിനും 500 രൂപ വീതം അഡീഷണൽ അടയ്ക്കുകയും വേണം. അങ്ങനെ നിങ്ങൾക്ക് MBBS ഉൾപ്പെടെ മാക്സിമം 7 കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം.
ഈ ആപ്ലിക്കേഷൻ ഫീ ഒരു കാരണവശാലും തിരിച്ചു കിട്ടില്ല. ഈ ആപ്ലിക്കേഷൻ ഫീ മുഴുവൻ നോൺ റീഫണ്ടബിൾ ആണ്. ഇത് തിരിച്ചു കിട്ടുന്നതല്ല. വൺസ് നിങ്ങൾ പേ ചെയ്താൽ അത് കഴിഞ്ഞു, തിരിച്ചു കിട്ടില്ല. ഈ ആപ്ലിക്കേഷൻ ചെയ്യുമ്പം ശ്രദ്ധിക്കുക, സാധാരണ നിങ്ങൾ നീറ്റുമൊക്കെ ചെയ്തുകൊണ്ട് പ്രശ്നമില്ല. ഒരു വാലിഡ് ഇമെയിൽ ഉണ്ടാവണം, ഒരു വാലിഡ് ഫോൺ നമ്പറും ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാ കമ്മ്യൂണിക്കേഷനും വരിക നിങ്ങളുടെ ഇമെയിലിലേക്കും രജിസ്റ്റേർഡ് മെയിലിലേക്കും രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലേക്കുമായിരിക്കും. പിന്നെയുള്ളത് നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടാവണം, സിഗ്നേച്ചർ ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ മുമ്പ് നീറ്റിന് ഉപയോഗിച്ച അല്ലെങ്കിൽ ജെഇക്ക് ഉപയോഗിച്ച ഏത് വേണമെങ്കിലും അങ്ങനെ തന്നെ കൊടുക്കാവുന്നതാണ്. അതിൽ ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്സ് നോക്കുക. ഫിൽ ദ ഫോം ഓൺലൈൻ, ചെക്ക് ദ ഡീറ്റെയിൽസ് ഫോർ അക്യുറസി ബിഫോർ ഫൈനൽ സബ്മിഷൻ. എല്ലാം കറക്റ്റ് ആണോ നോക്കുക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡു നോട്ട് സെൻഡ് എ ഹാർഡ് കോപ്പി ഓഫ് യുവർ ആപ്ലിക്കേഷൻ ഫോം ടു ദി രജിസ്ട്രാർ. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അങ്ങോട്ട് അയക്കേണ്ടതില്ല. പക്ഷേ സെൻഡ് ദ റിക്വയർഡ് എൻക്ലോസർ. ഇത് ഈ മൈനോറിറ്റി കോട്ടയ്ക്കും മറ്റുമാണ്. മൈനോറിറ്റി കോട്ടയിലും മറ്റുമുള്ള കുട്ടികൾ അവരുടെ റെക്കമെൻഡേഷൻ ലെറ്ററും മറ്റും ബൈ പോസ്റ്റ് അയക്കേണ്ടതുമുണ്ട്. ബാക്കി ആരും ചെയ്യേണ്ടതില്ല, ഇവർ മാത്രം അയച്ചാൽ മതി. തമിഴ്നാട്ടിൽ, അതായത് CMC വെല്ലൂരിലെ MBBS അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? CMC സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. CMC സൈറ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യണം? തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് കൗൺസിലിംഗ് കമ്മിറ്റിയിലും രജിസ്റ്റർ ചെയ്യണം. അതായത് tnhealth.org അല്ലെങ്കിൽ tnmedicalselection.org അല്ലെങ്കിൽ tnmedicalselection.net. ഈ സൈറ്റിൽ നിങ്ങൾ തമിഴ്നാട്ടിലും രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം എന്ത് ചെയ്യേണ്ടതുണ്ട്? അല്ലെങ്കിൽ ഇവർ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ തമിഴ്നാട് മാനേജ്മെൻറ്റ് കോട്ടയുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അതായത് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അത് CMCയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കും CMCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മാർക്കും അപ്ലോഡ് ചെയ്ത് മാനേജ്മെൻറ്റ് കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും CMCയിൽ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. CMC വെല്ലൂർ രജിസ്റ്റർ ചെയ്യണം. തമിഴ്നാട് ഹെൽത്ത് ഓപ്പൺ ആയിട്ടില്ല, അപ്പോൾ അതിലും രജിസ്റ്റർ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് കിട്ടുമുണ്ടാവുന്ന ആപ്ലിക്കേഷൻ നമ്പർ CMCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. നിങ്ങളുടെ മാർക്കും ഈ രണ്ട് സൈറ്റിലും അപ്ലോഡ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുക. ഇനി മൈനോറിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ അപ്പൻഡിക്സിൽ അനക്സർ 4 ഈ കമ്മ്യൂണിറ്റികളുടെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ നിങ്ങൾ ഏതിലാണ് വരുന്നത് ആ ലിസ്റ്റ് അതാണ് നിങ്ങൾ അവിടെ കോഡ് ചെയ്യേണ്ടത്. അതായത് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മൈനോറിറ്റി കോട്ട ചോദിക്കുന്നിടത്ത് ആ നമ്പർ കൊടുക്കണം. അങ്ങനെ അല്ലാത്ത ആ കാറ്റഗറിയിൽ ഒന്നും വരാത്ത ഏകദേശം 61 കാറ്റഗറി ഉണ്ട്. നിങ്ങൾ ഇതിൽ ഒരു കമ്മ്യൂണിറ്റിയിലും ഈ 61 കമ്മ്യൂണിറ്റിയിലും വരാത്ത ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 62 എന്നൊരു കോഡ് കൊടുക്കാം. കോഡ് 62 അതർ ക്രിസ്ത്യൻസ്. ബാക്കി ഇതിനകത്ത് കുറേ ഉണ്ട്. ഇപ്പോൾ സിലോൺ പൊന്തിഫിക്കൽ ചർച്ച് അല്ലെങ്കിൽ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ഇങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണോ ആ കോഡ് നോക്കിയിട്ട് ആ കോഡാണ് നിങ്ങളവിടെ കൊടുക്കേണ്ടത്. ആ കോഡിലൊന്നും നിങ്ങൾ വരില്ലെങ്കിൽ നിങ്ങൾക്ക് 62 എന്നുള്ള കോഡ് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ റെക്കമെൻഡേഷൻ ലെറ്ററും മറ്റും അത് ഈ അനക്സർ 4 2 പേജുണ്ട്. ഈ 2 പേജും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങളുടെ ചർച്ച്, അതായത് നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽ വരുന്നു ആ കമ്മ്യൂണിറ്റിയിലെ ചർച്ചിലെ പ്രീസ്റ്റിനോട് സൈൻ ചെയ്ത് സീൽ ചെയ്ത് ഏതിനൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുള്ളത് മെൻഷൻ ചെയ്ത് വാങ്ങി ആ ഡോക്യുമെൻറ്റ് നിങ്ങൾ ബൈ പോസ്റ്റ് അയക്കേണ്ടതുണ്ട്. ആ ബൈ പോസ്റ്റ് നിങ്ങൾ അയക്കേണ്ടത് അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഷുഡ് ബി ഡൗൺലോഡ് ആഫ്റ്റർ യുവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈസ് അപ്രൂവ്ഡ്. അതായത് ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ബൈ പോസ്റ്റ് നിങ്ങൾ അയക്കേണ്ടതുണ്ട്. അപ്പോൾ ബോത്ത് ദ പേജസ് ഓഫ് അനക്സർ 4 ഈ 2 പേജും വേണം. ഹൗ ടു ബി പ്രിന്റഡ്, ഡ്യൂലി സൈൻഡ് ആൻഡ് സെൻഡ് ടു. ഇത് ഫിൽ ചെയ്തിട്ട് എങ്ങോട്ട് അയക്കണം? ദ രജിസ്ട്രാർ, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, വെല്ലൂർ 632002 തമിഴ്നാട് എന്നുള്ള അഡ്രസ്സിൽ നിങ്ങൾ അയക്കണം. അപ്പോൾ അതുകൂടി അയച്ച് അതിൻ്റെ കൂടെ എന്തൊക്കെ നിങ്ങൾ അറ്റാച്ച് ചെയ്യണം? നിങ്ങളുടെ ബാപ്റ്റിസം അല്ലെങ്കിൽ കൺഫർമേഷൻ സർട്ടിഫിക്കറ്റ് അയക്കണം, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും അയക്കണം. ഇതും അറ്റാച്ച് ചെയ്തിട്ട് വേണം ഈ റെക്കമെൻഡേഷൻ ലെറ്റർ അയക്കാൻ. ഇനി MBBSൻ്റെ ഫീ നോക്കുക. ട്യൂഷൻ ഫീ 3000 രൂപയാണ്. വൺ ടൈം കോളേജ് ഫീ അറ്റ് അഡ്മിഷൻ 12260 രൂപയാണ്. അതർ ആനുവൽ ഫീ 54095 രൂപയാണ്. വൺ ടൈം പേയ്മെൻറ്റ് യൂണിവേഴ്സിറ്റി 14975. അങ്ങനെ 84330 രൂപ ഫസ്റ്റ് ഇയറിലാവും. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീ ഉണ്ടാവില്ല, ഈ വൺ ടൈം ഫീയും ഉണ്ടാവില്ല. അതായത് ഏകദേശം ഒരു 57000 58000 രൂപയെ നിങ്ങൾക്ക് പിന്നീട് വർഷങ്ങളുണ്ടാവും. അതേപോലെ ഹോസ്റ്റൽ ഫീ നോക്കുക. ഹോസ്റ്റലിൽ ഒരു 10000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ പെർ മന്ത് 8000 രൂപ വെച്ച് നിങ്ങൾ അടയ്ക്കേണ്ടതുമുണ്ട് ഹോസ്റ്റൽ ഫീ ആയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈനോറിറ്റിയുടെ ആ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാമത്തേത് ആന്ധ്ര ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ച്, അതേപോലെ ആർക്കോട്ട് ലൂതറൻ ചർച്ച്, ഇങ്ങനെ കുറേ ലിസ്റ്റ്, ഈ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിൽ ഏതിലാണ് നിങ്ങൾ വരുന്നത് ആ കോഡാണ് മെൻഷൻ ചെയ്യേണ്ടത്. അങ്ങനെ ഏകദേശം 61 കമ്മ്യൂണിറ്റി ഉണ്ട്. 62ാമത്തേത് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജ് റെക്കമെൻഡേഷൻ ഫോർ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇതിലൊന്നും വരാത്ത, ഈ 61ലും വരാത്തവർ ഈ 62 ചൂസ് ചെയ്യാവുന്നതാണ്.
അതേപോലെ CMC വെല്ലൂരെ നേഴ്സിംഗിന്റെ കേസ് നോക്കുക. അവിടെയും രജിസ്ട്രേഷൻ 23-ാം തീയതി തുടങ്ങി 30-ാം തീയതി മാർച്ച് വരെ. നിങ്ങളുടെ ഡോക്യുമെന്റ് എത്തിക്കേണ്ടത് ഏപ്രിൽ 4-ാം തീയതി വരെ. അതേപോലെ മൈനോറിറ്റി ഡോക്യുമെന്റ് എത്തിക്കേണ്ടത് മെയ് 4-ാം തീയതി വരെ. അപ്പോൾ അവിടെ നിന്ന് നോക്കുക, BSc നേഴ്സിംഗ് വെല്ലൂർ ടൗൺ ക്യാമ്പസിൽ. അതേപോലെ അലൈഡ് ഹെൽത്ത്, ഇതാണ് ഗ്രൂപ്പ് എ. ഗ്രൂപ്പ് ബിയിൽ വരുന്നതൊക്കെ ഡിപ്ലോമ കോഴ്സാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ ഗ്രൂപ്പ് എ കോഴ്സും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ചിറ്റൂർ ക്യാമ്പസിലേക്ക് എക്സാം ഉണ്ടാവില്ല നേഴ്സിംഗിന്. CMC വെല്ലൂരെ MBBSനും എക്സാം ഉണ്ടാവില്ല. നിങ്ങൾ CMC വെല്ലൂരെ BSc നേഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ ചൂസ് ചെയ്താൽ എക്സാം ഉണ്ടാവും. ഇവിടുത്തെ കോഴ്സസ് നോക്കുക. BSc നേഴ്സിംഗ് വെല്ലൂർ ടൗൺ ക്യാമ്പസിൽ, അതായത് ഓപ്പൺ കോട്ട, ഇതാണ് നിങ്ങൾക്ക് ബാധകമായിരിക്കുന്നത്. ഓപ്പൺ കോട്ട 15 സീറ്റുണ്ട്. അതിൽ 3 SC ST സീറ്റുകളുണ്ട്. അതേപോലെ 85 സീറ്റ് മൈനോറിറ്റി ആൻഡ് സ്റ്റാഫ് കോട്ടയുണ്ട്. 4 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇന്റേൺഷിപ്പുമായിട്ടാണ്. അതിൻ്റെ ഫീ നോക്കുക. അഡ്മിഷൻ ഫീ 69,000, അഡ്മിഷൻ ഇയർ ഫസ്റ്റ് ഇയറിൽ 69,750 രൂപ, ബാക്കി വർഷങ്ങളിൽ 39,750 രൂപ. മെസ് ഫീ മന്ത്ലി 2,550 രൂപ. എന്നാൽ ചിറ്റൂർ ക്യാമ്പസിൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാവില്ല. ചിറ്റൂർ ക്യാമ്പസിൽ നിങ്ങൾ ഇതേപോലെ തന്നെ CMCയിൽ അപ്ലൈ ചെയ്യുകയും വേണം. ആന്ധ്രയുടെ സ്റ്റേറ്റ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുകയും വേണം. അതിന് എക്സാം ഉണ്ടാവില്ല, നീറ്റിൻ്റെ ബേസിലാണ്. ഇനി പാരാമെഡിക്കൽ കോഴ്സസ് വെല്ലൂർ ക്യാമ്പസിലേക്ക് നോക്കുക. ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷണൽ തെറാപ്പി, ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് സീറ്റ് കാണാം. ഓപ്പൺ സീറ്റ് 2, മൈനോറിറ്റിക്കും സ്റ്റാഫ് കോട്ടയുമായിട്ട് 8 സീറ്റ്. ഫീസ് വരുന്നത് 38,600 രൂപ ഫസ്റ്റ് ഇയറിൽ. പിന്നെ 23,740 രൂപ, 7,500 രൂപ മെസ് ഫീ ഉണ്ടാവും. ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി ഉണ്ട്. അതേപോലെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ട്. ഇവിടെ സീറ്റുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതും ഇത് മൈനോറിറ്റി പ്ലസ് സ്റ്റാഫ് കോട്ടയുമാണ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ ഫീ ആണ്. ഇത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ തൊട്ടുള്ള ഫീ. ഇത് നിങ്ങളുടെ മെസ് ഫീ. ഞാൻ എല്ലാം വായിക്കുന്നില്ല. അതുപോലെ അടുത്ത കോഴ്സ് നോക്കുക. ബാച്ചലർ ഓഫ് ഒപ്റ്റോമെട്രി ഉണ്ട്. BSc മെഡിക്കൽ റെക്കോർഡ് സയൻസ് ഉണ്ട്. ബാച്ചലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി ഉണ്ട്. ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി ഉണ്ട്. ഡയാലിസിസ് ടെക്നോളജി ഉണ്ട്. ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി ഉണ്ട്. ബാച്ചലർ ഓഫ് പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് ഉണ്ട്. അതേപോലെ BSc റേഡിയോഗ്രഫി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഉണ്ട്. റേഡിയോ തെറാപ്പി ടെക്നോളജി ഉണ്ട്. ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സീറ്റുകളുടെ എണ്ണമാണ്. ഇത് മൈനോറിറ്റി പ്ലസ് സ്റ്റാഫ് കോട്ടയാണ്. ഇത് ഇയർ കൊടുത്തിട്ടുണ്ട്, എത്ര വർഷമാണ് ആ കോഴ്സ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അഡ്മിഷൻ ഇയറിൽ നിങ്ങൾ അടയ്ക്കേണ്ട ഫീ എത്രയാണെന്ന് ഈ കോളത്തിൽ കാണാം. സെക്കൻഡ് ഇയർ തൊട്ട് അടയ്ക്കേണ്ട ഫീ എത്രയാണെന്നും പ്ലസ് മെസ് ഫീ എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഫുള്ള് ലിസ്റ്റ് വായിക്കാൻ പോയാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്കത് വേണ്ടത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ BSc മെഡിക്കൽ സോഷ്യോളജി ഉണ്ട്. BSc കാർഡിയോ പൾമണറി പെർഫ്യൂഷൻ കെയർ ടെക്നോളജി ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ടെക്നോളജി ഉണ്ട്. ന്യൂറോ ഇലക്ട്രോ ഫിസിയോളജി ഉണ്ട്. ദെൻ ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി ഉണ്ട്. കാർഡിയാക് ടെക്നോളജി ഉണ്ട്. റെസ്പിറേറ്ററി തെറാപ്പി ഉണ്ട്. അവിടെ ഓപ്പൺ സീറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈനോറിറ്റി ആൻഡ് സ്റ്റാഫ് കോട്ട, ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്, ഫസ്റ്റ് ഇയർ ഫീ, സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഫീ, ദെൻ മെസ് ഫീ. ഇനി എക്സാമിൻ്റെ ഡീറ്റെയിൽ നോക്കാം. എക്സാമിൽ ദർ വിൽ ബി എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫോർ ഓൾ ദ ഗ്രൂപ്പ് A ആൻഡ് B, അതായത് BSc കോഴ്സ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ്, ഡിപ്ലോമ കോഴ്സും ഇതൊക്കെ. അതായത് BSc കോഴ്സുകൾ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലാണ് A എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് ഡിപ്ലോമ കോഴ്സാണ്. ഇതിനൊക്കെ എക്സാം ഉണ്ട്. എക്സെപ്റ്റ് ഏതിനൊക്കെ എക്സാം ഇല്ല, MBBSന് നീറ്റ് മതി, വേറെ എക്സാം എഴുതണ്ട. അതേപോലെ BSc നേഴ്സിംഗ് ചിറ്റൂർ ക്യാമ്പസ് ആന്ധ്രയിലും നിങ്ങൾക്ക് വേറെ എക്സാം ഇല്ല, നീറ്റിൻ്റെ ബേസിൽ തന്നെയാണ്. ഇനി വെല്ലൂർ ക്യാമ്പസിൽ BSc നേഴ്സിങ്ങിനോ പാരാമെഡിക്കൽ കോഴ്സസിനോ ഡിപ്ലോമ കോഴ്സിനോ നിങ്ങൾ അപ്ലൈ ചെയ്താൽ എക്സാം എഴുതണം. കേരളത്തിൽ എവിടെയൊക്കെയാണ് സെൻറ്റർ എന്ന് പറയാം. കേരളത്തിൽ കോഴിക്കോട് സെൻറ്റർ ഉണ്ട്. അതേപോലെ ഇവിടെ ഇങ്ങോട്ട് നോക്കിയാൽ എറണാകുളത്ത് സെൻറ്റർ ഉണ്ട്. പിന്നീട് കൊല്ലത്ത് സെൻറ്റർ ഉണ്ട്. കോട്ടയത്ത് സെൻറ്റർ ഉണ്ട്. പിന്നീട് ഇതിൽ നോക്കിയാൽ തൃശ്ശൂർ സെൻറ്റർ ഉണ്ട്. തിരുവനന്തപുരത്ത് സെൻറ്റർ ഉണ്ട്. ഇത്രയും സെൻറ്ററുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്ററുകൾ ചൂസ് ചെയ്യാം. അതിൽ സബ്ജക്റ്റുകൾ നോക്കുക. MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. ഇത് മൂന്നിനും കൂടെ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനുശേഷം ഒരു ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ് ടെസ്റ്റ് 120 ക്വസ്റ്റ്യനും ഉണ്ടാവും. ഇത് ഗ്രൂപ്പ് B ഡിപ്ലോമ കോഴ്സിനാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിക്ക് എക്സാം ഉണ്ടാവും. അതേപോലെ ആസ് വെൽ ആസ് ജനറൽ എബിലിറ്റി ആൻഡ് ഓൺ ഇഷ്യൂസ് ഓഫ് കറണ്ട് ഇൻട്രസ്റ്റ്, കറണ്ട് ഇവൻറ്റ് 90 ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 2 സെറ്റായിട്ട് ഗ്രൂപ്പ് Bക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ ജനറൽ എബിലിറ്റിയും കറണ്ട് അഫെയറുമാണ്. എന്നാൽ നഴ്സിങ്ങിനും അതേപോലെ പാരാമെഡിക്കൽ കോഴ്സസിനും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് 180 ക്വസ്റ്റ്യൻ വേറെയും ആപ്റ്റിറ്റ്യൂഡ് അസസ്മെൻറ്റ് 120 വേറെയുമായിട്ടായിരിക്കും എക്സാം. ഇനി നിങ്ങൾ ചിറ്റൂർ, അതായത് ആന്ധ്രയിലെ ചിറ്റൂർ ക്യാമ്പസിലേക്ക് BSc നേഴ്സിംഗ് നോക്കുന്നുണ്ടെങ്കിൽ
രജിസ്ട്രേഷൻ്റെ ഡേറ്റ് സെയിം തന്നെയാണ്, 23-ാം തീയതി തുടങ്ങി 30-ാം തീയതി വരെ ഉണ്ടാവും. ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക. CMCയുടെ വെല്ലൂർ ക്യാമ്പസിൽ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ്. ടോട്ടൽ സീറ്റുകളുടെ 40% സീറ്റ് മാനേജ്മെൻറ്റ് സീറ്റാണ്, 60% ഗവൺമെൻറ്റാണ് ഫില്ല് ചെയ്യുക. വെല്ലൂർ ക്യാമ്പസിൽ അങ്ങനെയല്ല, 50-50 ആയിരുന്നു. 50 ഗവൺമെൻറ്റും 50 CMCയുമായിരുന്നു. ഇവിടെ 60 ഗവൺമെൻറ്റും 40 മാനേജ്മെൻറ്റുമാണ്. ആ 40%-ത്തിൽ ഓപ്പൺ സീറ്റ് ഉണ്ടാവും, മൈനോറിറ്റി ഉണ്ടാവും, CMCയുടെ സ്റ്റാഫ് കോട്ടയും ഉണ്ടാവും. അതായത് BSc നേഴ്സിംഗിൻ്റെ ചിറ്റൂരി ക്യാമ്പസിൽ ടോട്ടൽ 50 സീറ്റാണ്. അതിൽ 30 സീറ്റ് ഗവൺമെൻറ് സീറ്റാണ്, അത് നമുക്ക് അപ്ലിക്കബിൾ അല്ല. മാനേജ്മെൻറ്റ് കോട്ട 20 സീറ്റാണ്. ഈ 20 സീറ്റിൽ നിന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓപ്പൺ സീറ്റ് എല്ലാവർക്കും അപേക്ഷിക്കാവുന്നത്. അതേപോലെ മൈനോറിറ്റി സീറ്റ്, ദെൻ സ്റ്റാഫ് കോട്ട, ഇത് മൂന്നും ഈ 20 സീറ്റിൽ നിന്നാണ്. 4 വർഷത്തെ കോഴ്സും 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പുമാണ്. അഡ്മിഷൻ ഇയറിൽ 26,410 രൂപ ഫീ വരും. പിന്നീടുള്ള വർഷങ്ങളിൽ 17,310 രൂപ വരും. ദെൻ മെസ് ഫീ 4,100 രൂപ മാസവും, 1 വർഷം 3,500 രൂപ ഇലക്ട്രിസിറ്റിയുടെ കറണ്ട് ബില്ലുമായിട്ടും വാങ്ങും നിങ്ങളോട്. ഓക്കെ, ഇതാണ് അവിടുത്തെ ഫീസ് ഷെഡ്യൂൾ. നമ്മൾ തമിഴ്നാടിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ചിറ്റൂർ ക്യാമ്പസിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിതാ ഈ സൈറ്റിൽ, ആന്ധ്രയുടെ സൈറ്റിൽ, അതായത് APUHSNCET.APTonline.in എന്നുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങളുടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വരിക. ചിറ്റൂർ ക്യാമ്പസിൻ്റേത്. നേരെ തിരിച്ച് വെല്ലൂർ ക്യാമ്പസിൻ്റേത് TN മെഡിക്കൽ സെലക്ഷൻ തമിഴ്നാടിൻ്റേതാണ്. 2 സംസ്ഥാനങ്ങളിലേതും CMCയുടെ സീറ്റുകൾ സംസ്ഥാനത്തിനും സീറ്റ് ഉണ്ടാവും, CMCക്കും സീറ്റ് ഉണ്ടാവും. അതിൽ സംസ്ഥാനത്തിൻ്റെ സീറ്റ് നമുക്ക് അപ്ലിക്കബിൾ അല്ല. CMCയുടെ മാനേജ്മെൻറ്റ് കോട്ട മാത്രമാണ് ഒരു മലയാളിയായിരിക്കുന്ന ഒരു കുട്ടിക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ CMCയുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ CMC വെല്ലൂരിൻ്റെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസ് എല്ലാം ഡീറ്റെയിൽ കിട്ടും. ഞാനതിലെ മെയിൻ പോയിന്റുകൾ മാത്രം സ്ക്രീൻഷോട്ട് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ചിറ്റൂർ ക്യാമ്പസിൻ്റെ സെപ്പറേറ്റ് പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ ഫോർമാറ്റാണ്. ഓരോ ഫയലായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ചിറ്റൂർ ക്യാമ്പസിന് വേറെയുണ്ട്, വെല്ലൂർ ക്യാമ്പസിലെ നേഴ്സിംഗിന് വേറെയുണ്ട്, വെല്ലൂർ ക്യാമ്പസിലെ MBBSന് വേറെയുണ്ട്. അങ്ങനെ 3 സെപ്പറേറ്റ് ഫയലായി തന്നെ നിങ്ങൾക്കിതെടുത്ത് വായിച്ച് നോക്കാവുന്നതാണ്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ഫയലിലും തന്നെ അതിൻ്റെ ലാസ്റ്റ് അനക്സറിൽ നിങ്ങൾക്ക് ആ മൈനോറിറ്റിയുടെ ഫോമുണ്ട്. അതുപോലെ തന്നെ അനക്സറിൻ്റെ കൂടെ ആ കമ്മ്യൂണിറ്റികളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞു എന്ന് മാത്രം. ഇനി ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.